നമസ്കാരം. അസുരഗണം അല്ലെങ്കിൽ രാക്ഷസഗണം. ജാതകത്തിൽ ഇത് കാണുമ്പോൾ പലർക്കും ഭയമാണ്. വിവാഹാലോചനകളിൽ അയ്യോ പെൺകുട്ടി രാക്ഷസഗണമാണോ, എങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട, എന്നാൽ ഏറ്റവും കൂടുതൽ മനക്കരുത്തുള്ള നക്ഷത്രക്കാരാണിവർ. കാർത്തിക, മകം, ആയില്യം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം. ഈ 9 നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതൊരു മുന്നറിയിപ്പല്ല, മറിച്ച് നിങ്ങളെ ഞെട്ടിക്കുന്ന ചില തിരിച്ചറിവുകളാണ്. ഇവർ വെറും മനുഷ്യരല്ല, പ്രതിസന്ധികളിൽ തളരാത്ത പോരാളികളാണ്. എന്താണ് ഇവരുടെ പ്രത്യേകത? എപ്പോഴാണ് ഇവരുടെ ഉയർച്ച സമയം? നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം. അസുരഗണം എന്ന് പറഞ്ഞാൽ അസുര സ്വഭാവമുള്ളവർ എന്നല്ല അർത്ഥം, മറിച്ച് അസുരന്മാരെ പോലെ അസാമാന്യമായ ഊർജവും വാശിയും ലക്ഷ്യബോധവും ഉള്ളവർ എന്നാണ്. ഇവരെക്കുറിച്ച് ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ പ്ലാവിലെ ചക്ക പോലെയാണ്. പുറമേ നല്ല പരുക്കനായിരിക്കും, തൊട്ടാൽ മുറിവേൽക്കും. ആ സംസാരം കേട്ടാൽ തോന്നും ഇത്രയും അഹങ്കാരികളായ മനുഷ്യൻ വേറെയില്ലെന്ന്. പക്ഷെ ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കൂ. അവിടെ തേൻവരിക്ക പോലത്തെ മധുരമുള്ള അലിവാർന്ന ഒരു മനസ്സുണ്ട്. ഇവരെ കരയിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ തോൽപ്പിക്കാൻ പ്രയാസമാണ്. ഈ 9 നക്ഷത്രക്കാരെയും നമുക്ക് 3 വിഭാഗങ്ങളായി തിരിച്ച് പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. ആദ്യത്തെ ഗ്രൂപ്പ് കാർത്തിക, ചിത്തിര, വിശാഖം. ഇവർ ജനിച്ചതേ ഭരിക്കാൻ വേണ്ടിയാണ്. ആരോടും യെസ് മൂളാൻ ഇവർക്ക് കഴിയില്ല. സ്വന്തം അഭിപ്രായം ആരുടെ മുഖത്ത് നോക്കിയും വെട്ടിത്തുറന്നു പറയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും. കാർത്തികക്കാർ മുഖം നോക്കാതെ പെരുമാറും, പക്ഷേ സ്നേഹിച്ചാൽ ജീവൻ വരെ കൊടുക്കും. ചിത്തിരക്കാർ എന്തിനും ഏതിനും മുൻപന്തിയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. വിശാഖ നക്ഷത്രക്കാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ്. ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഇവർ പൊട്ടിത്തെറിക്കും. പക്ഷേ ഇവരെ ബഹുമാനിച്ചാൽ ഇവർ നിങ്ങളെ തലയിലെടുത്തു വയ്ക്കും. ഇവരുടെ ദേഷ്യം വെറും നിമിഷ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് വീട്ടുകാർ മനസ്സിലാക്കണം. ഭാഗ്യശാലികളാണ്, ഏറ്റവും അധികം ഉയർച്ചയിലെത്തുന്നവരാണ്. 2026 ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അത്രയധികം ഭാഗ്യമാണ് കാർത്തികയ്ക്കും ചിത്തിരയ്ക്കും വിശാഖത്തിനും. അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവരുടെ ആശകളൊക്കെ സഫലമാകും. ഇവർ എന്തിനു വേണ്ടി കൊതിക്കുന്നോ അതിവർ നേടിയെടുക്കും. പ്രണയവിവാഹം, നല്ല ജോലി, ഉന്നത വിദ്യാഭ്യാസം, വിദേശയോഗം, സർക്കാർ ജോലി എന്ന് വേണ്ട സകല സമസ്ത മേഖലകളിലും ഇവർ ഒന്നാമതരാകും. ഇവരുടെ ജീവിതം എല്ലാ ലക്ഷ്യങ്ങളും ഇവർ നേടിയെടുക്കും. ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരെ സംബന്ധിച്ച് 2026. പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുന്ന ആയില്യവും തൃക്കേട്ടയും മൂലവുമാണ്. ഇവരെ പേടിക്കണം. കൈക്കരുത്തുകൊണ്ടല്ല, ബുദ്ധികൂർമ്മത കൊണ്ട്. മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് 10 വർഷം മുൻപേ ചിന്തിക്കുന്നവരാണ് ഇവർ. ആയില്യം നക്ഷത്രക്കാരെ പലരും കള്ളലക്ഷണക്കാർ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ കുടുംബത്തിന് ഒരാപത്ത് വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും. തൃക്കേട്ടക്കാർ ഒറ്റപ്പെടൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാണ്. എല്ലാവർക്കും വേണ്ടി ഓടി നടക്കും,
ഒടുവിൽ പഴി കേൾക്കും. മൂലം നക്ഷത്രക്കാർ എല്ലാം വെട്ടിത്തുറന്നു പറയും. നയപരമായി സംസാരിക്കാൻ ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർ അകന്നുപോകും. പക്ഷെ ഓർക്കുക, ഈ 3 നക്ഷത്രക്കാരും ജീവിതത്തിൽ വിജയിക്കുന്നത് അവരുടെ വാശി കൊണ്ടാണ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു കാണിച്ചിട്ടേ ഇവർ വിശ്രമിക്കൂ. ശരിയാണോ അല്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. 3ാമത്തെ ഗ്രൂപ്പ് മകം, അവിട്ടം, ചതയം. ഇവർക്കൊരു രാജകീയ പ്രൗഢിയുണ്ട്. മകം പിറന്ന മങ്കമാർ എന്ന് കേട്ടിട്ടില്ലേ? ഇവർ എവിടെ ചെന്നാലും അവിടെയൊരു അധികാരം സ്ഥാപിക്കും. അവിട്ടം നക്ഷത്രക്കാർ ധനസമ്പാദനത്തിൽ മിടുക്കരാണ്. പക്ഷേ അത് പുറത്തു കാണിക്കില്ല. ചതയൻ നക്ഷത്രക്കാർ ഏറ്റവും നിഗൂഢമായ നക്ഷത്രം. ഇവരുടെ മനസ്സിൽ എന്താണെന്ന് പ്രവചിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം കാര്യത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം ജീവിതം പരാജയപ്പെടാറുണ്ട്. ശരിയാണോ അല്ലയോ? പക്ഷേ ഒരു വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ച് തിരിച്ചു വരാനുള്ള കഴിവ് അപാരമാണ്. ഭാഗ്യമാണ് ഈ 3 നക്ഷത്ര ജാതകർക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 2026 ഇവർക്ക് വളരെ നല്ലതാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ കടങ്ങളും, എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. 2026 വർഷഫലം ആവശ്യമുള്ളവർക്ക് അത് എങ്ങനെ ലഭ്യമാകും എന്ന് അറിയിക്കുന്നതാണ്. ഏതായാലും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് മകത്തിനും അവിട്ടത്തിനും ചതയത്തിനും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആ രഹസ്യം, എപ്പോഴാണ് ഇവരുടെ സമയം തെളിയുന്നത്? മിക്കവാറും ദേവഗണ നക്ഷത്ര ജാതകർക്ക് ചെറുപ്പത്തിൽ തന്നെ ഭാഗ്യം ലഭിക്കുമ്പോൾ, ഈ അസുരഗണ നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു യുദ്ധമായിരിക്കും. 28 വയസ്സുവരെ ഇവർക്ക് കഷ്ടപ്പാടായിരിക്കും. അപമാനം, തൊഴിലില്ലായ്മ, പ്രണയപരാജയം. പക്ഷേ 28 വയസ്സിനും 32 വയസ്സിനും ഇടയിൽ ഇവരുടെ ജീവിതം മാറും. അനുഭവിച്ച തീച്ചൂളയിൽ നിന്നാണ് ഇവർ വജ്രമായി മാറുന്നത്. അസുരഗണ നക്ഷത്രക്കാർ ലേറ്റായാണ് തുടങ്ങുന്നതെങ്കിലും അവർ എത്തുന്ന ഉയരങ്ങളിൽ എത്താൻ വേറെ ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് 2026 എന്ന വർഷം ഈ നക്ഷത്രക്കാരിൽ പലർക്കും ഒരു വലിയ തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളുടെ മകനോ മകളോ ഭർത്താവോ ഈ നക്ഷത്രക്കാരാണോ എങ്കിൽ അവരെ സ്നേഹിക്കാൻ പഠിക്കൂ. അവരുടെ ദേഷ്യം അവരുടെ സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ്. അവരെ ഒരിക്കലും തളച്ചിടാൻ ശ്രമിക്കരുത്. സ്വാതന്ത്ര്യം നൽകിയാൽ അവർ ആകാശം തൊടും. അവർ ആ വീടിൻ്റെ കാവൽക്കാരാണ്. ആപത്ത് വരുമ്പോൾ അവർ മുന്നിൽ നിന്നും സംരക്ഷിക്കും. ഇതൊരു പൊതുവായ നിരീക്ഷണമാണ്. പക്ഷേ ഇതിലും സൂക്ഷ്മമായ കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിലുണ്ട്. നിങ്ങൾ അസുരഗണമായിട്ടും എന്തുകൊണ്ട് വിജയിക്കുന്നില്ല? നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? ഇതറിയാൻ നിങ്ങളുടെ ജാതകം നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ. ഏത് വലിയ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. വാട്സാപ്പ് നമ്പർ 94 967 24 401. അസുരഗണ നക്ഷത്രക്കാർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൈപൊക്കാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.